പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നൊരു കാര്യം വളരെ നിസ്സാരക്കാരെന്ന് കരുതി തള്ളിക്കളയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ വളരെ ശക്തർ തന്നെയാണ്. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കഴിവുകൊണ്ട് നേടിയെടുക്കാനും സാധിക്കും. പക്ഷേ ഇതിവർ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതിശക്തരായ ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചും ഇവർക്ക് മാർച്ച് മാസത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ചോതി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ജന്മന സമ്പന്നരും വിദ്യാഭ്യാസം ഉള്ളവരും ആരോഗ്യവാന്മാരുമായ ചോതി നക്ഷത്ര ജാതകർക്ക് 20 വയസ്സ് വരെ കഷ്ടകാലമാണെങ്കിലും അതിനുശേഷം നല്ല സൗഭാഗ്യങ്ങൾ തുടങ്ങുന്ന സമയമാണ്. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു തുടങ്ങും. പ്രാർത്ഥനകൾക്ക് ഫലം കൂടുതലായിട്ട് ലഭിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പലതരത്തിലുള്ള അനർത്ഥങ്ങളും വിട്ടൊഴിയും. ആവശ്യമില്ലാതെ പണം ചിലവഴിക്കുന്ന ദുശീലം മാറിത്തുടങ്ങും. നേത്രരോഗം, വായുകോപം, സന്ധിവേദന ഇവകൾ മാറിത്തുടങ്ങും. കേസുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ബുദ്ധിസാമർഥ്യവും വാക്സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കളെ കൊണ്ട് സമാധാനം വർദ്ധിപ്പിക്കും. ബന്ധുജനങ്ങളിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. നാൽക്കാലി വളർത്തൽ, അവയുടെ വിൽപ്പന, വസ്ത്രവ്യാപാരം ഇവ ലാഭകരമാകും. പൊതുവെ തൊഴിൽ രംഗം മെച്ചപ്പെടും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. വീഴ്ചകൾക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധ വേണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും. തൊഴിൽ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ മാറാനും നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിമാല ചാർത്തി കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച്. വിശാഖം നക്ഷത്ര ജാതകരും ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ഇവർക്ക് തൊഴിൽ രംഗത്ത് ഈ മാസം തന്നെ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് ഫലം കാണും. വരവ് ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. പൊതുവെ സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും. ഈ സുഖങ്ങൾക്ക് അനുഭവ യോഗക്കുറവ് ഒന്നും ഉണ്ടാകില്ല. മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനാകും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം കുറയും. വിവാദങ്ങളിൽ വിജയസാധ്യതകൾ കാണുന്നുണ്ട്. കഴുത്തിന് മുകളിലുള്ള അംഗങ്ങളിൽ കാണുന്ന രോഗാരിഷ്ഠതകൾ ശ്രദ്ധിക്കണം. ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ചില ധനാഗമങ്ങൾക്കും ഇടയുണ്ട്. മനോദുഃഖവും കലഹസ്വഭാവവും കുറഞ്ഞു തുടങ്ങും. ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് താമസിക്കാനുള്ള യോഗവും ഉണ്ട്. വൈവാഹിക വിഷയങ്ങൾ നേരെയാകും. മക്കളുടെ കാര്യത്തിൽ ആശങ്ക കൂടുതലാകും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീല പട്ടുചാർത്തി നീരാജനം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വഴിവിട്ട മാർഗത്തിൽ കൂടി ധനം നേടാതിരിക്കാൻ
ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പല രീതിയിൽ തന്നെ തിരിച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ മറ്റു സൗഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. മൂത്രാശയ രോഗങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, നീർക്കെട്ട് ഇവ ശ്രദ്ധിക്കണം. നാൽക്കാലി വളർത്തൽ വളരെ ലാഭകരമാകും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. കൗതുക വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലമായിരിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. മനസ്സിലെ ദുഷ്ചിന്തകൾ കുറഞ്ഞു തുടങ്ങും. ധനാഗമങ്ങൾ ഉണ്ടാകും. യാത്രകളിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിൽ രംഗത്ത് അഗ്നിബാധ, കലഹം, യന്ത്ര ഉപകരണങ്ങൾ കേടുവരിക ഇവയ്ക്ക് സാധ്യതയുണ്ട്. ചില ദുഃഖ അനുഭവങ്ങളും ഉണ്ടാകും. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുത്താനാകും. ബാങ്ക് ലോണുകൾ ശരിയാകാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലി കഴിക്കുകയും വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസൂക്തം പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അവിട്ടം നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ധനലാഭ ഐശ്വര്യങ്ങൾ ഇരട്ടിയായിട്ട് ലഭിക്കും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. പുതിയ വീടിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. പലവിധ ആപത്തുകളും ഒഴിഞ്ഞു തുടങ്ങും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഭയം മാറി തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. അപവാദങ്ങൾ അനുഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ കാലഘട്ടത്തിൽ മാനസിക അസ്വസ്ഥതകൾ കുറേയൊക്കെ മാറിക്കിട്ടും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ശരീരത്തിനുള്ള ചടവും ശക്തിക്കുറവും മാറിക്കിട്ടും. അതുപോലെ കഴുത്തിനും തോൾഭാഗത്തിനും നെഞ്ചിനകത്തും ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ അലസതയും മടിയും മാറിത്തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുനർവിവാഹ ആലോചനകൾ ശരിയാകും. ദുഷിച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഉല്ലാസയാത്രകൾ, തീർത്ഥാടനങ്ങൾ ഇവ ശ്രദ്ധയോടുകൂടി നടത്തണം. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. അകന്നിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും സാധിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനനേട്ടങ്ങളുടെ ഒരു തുടക്കം ഈ മാർച്ച് മാസത്തിൽ പ്രതീക്ഷിക്കാം. സ്വജനങ്ങളുടെ വിജയത്തിൽ സന്തോഷം ഉണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദൂരയാത്രകൾ വിജയത്തിൽ എത്തും. വിഷഭയം മനസ്സിൽ നിന്ന് മാറും. അഗ്നിബാധയിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. ശത്രുക്കളിൽ നിന്നുള്ള മാനസിക പീഡ ഈ കാലഘട്ടത്തിൽ കുറയും. പ്രമേഹം, സന്ധിവേദന, നടുവേദന ഇവ മാറും. സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിയേണ്ടതായിട്ട് വരും. പൊതുപ്രവർത്തകർ സൂക്ഷ്മത പുലർത്തണം. എഴുത്തുകുത്തുകളിലും മറ്റും സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ കലഹങ്ങൾ കുറവായിരിക്കും. മനസ്സംഘർഷം മാറിത്തുടങ്ങും. വ്രണങ്ങൾ, ഒടിവ്, ചതവ് ഇവയ്ക്ക് സാധ്യതകളുണ്ട്. മാനക്ഷയം മാറിക്കിട്ടും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ക്ഷീരധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. യാതൊരു ലക്ഷ്യവുമില്ലാതെ വെറുതെ നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. ദാമ്പത്യ കലഹങ്ങൾ കൂടുതലാകും. നേത്രരോഗം, ഉദരരോഗം എന്നിവ മാറിക്കിട്ടും. അതുപോലെ തന്നെ ധനാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്കായി പണം ചിലവഴിക്കും. കലഹങ്ങൾ മാറിത്തുടങ്ങാനും സാധ്യതകൾ കൂടുതലാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രായോഗിക ബുദ്ധി കൊണ്ട് പല
മുന്നേറ്റങ്ങളും നടത്താൻ ഇവർക്ക് സാധിക്കും. വീഴ്ചയിൽ ഒടിവ് തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.